ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുട്ടുപൊടി വെച്ച് അധികം എണ്ണയൊന്നും കുടിക്കാതെ പത്തിരിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പത്തിരിയേക്കാളും നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പത്തിരി റെഡിയാക്കാം. പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കതിലേക്കുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചതിലോട്ട് 2 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് പൊടിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പുട്ടുപൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും പുട്ടുപൊടി നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 12ഓളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഓവറായിട്ട് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. പൊടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങ ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും ഉള്ളിയും ജീരകം എല്ലാം ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായി തന്നെ എല്ലാം കൂടെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് പത്തിരി പരത്തുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കൈ മുക്കിയൊന്ന് ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് വലിയ ബോൾസാക്കി എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ വലിയ ബോൾസാക്കി വലുതാക്കി പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവർ തിന്നായി പോവാതെ കുറച്ച് തിക്കായി തന്നെ പരത്തിയെടുക്കണം. ഇല്ലെങ്കിൽ പത്തിരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഓവർ ക്രിസ്പി ആയി പോവും. കുറച്ച് തിക്കായി പരത്തിയെടുക്കുമ്പോഴാണ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പുറമെ നല്ല ക്രിസ്പിയായി കിട്ടുന്നത്. ഇപ്പോൾ പത്തിരി ഒന്ന് പരത്തിയ ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറുതാക്കിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ചായയുടെ കൂടെയുള്ള സ്നാക്സായിട്ട് കറിയില്ലാതെ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. കട്ട് ചെയ്തെടുത്ത പത്തിരിയെല്ലാം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇതുപോലെ ബാലൻസുള്ള മാവ് നമുക്ക് പരത്തിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ബാലൻസ് വന്നിട്ടുള്ള ഈ മാവ് നമുക്ക് അടുത്ത പത്തിരി പരത്തിയെടുക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് പരത്തിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് പത്തിരി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചൂടായ ഓയിലിലോട്ട് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ബാച്ചിൽ തന്നെ കുറേ പത്തിരി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ പത്തിരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ പത്തിരി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓവറായി തിന്നായി പോകാതെ ഈ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായി കിട്ടും. നമ്മളിതുപോലെ പുട്ടുപൊടിയിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ പത്തിരിപ്പൊടിയിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല ക്രിസ്പിയായി വരും. പിന്നെ കുഴച്ചെടുക്കാനും നല്ല ഈസിയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ പത്തിരി എല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലധികം ഓയിൽ കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാ പത്തിരിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ എല്ലാ പത്തിരിയും റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കറികളില്ലാതെയും കറികൾ കൂട്ടിയിട്ടെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കിനും എല്ലാം
കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്